നമസ്കാരം. പ്രധാന വാർത്തകൾ. ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസത്തിനായി സർക്കാർ ഒരുക്കുന്നത് മികച്ച സൗകര്യങ്ങളെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടതു സർക്കാർ കാതലായ മാറ്റമുണ്ടാക്കി. വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികൾ വായനയ്ക്കും പ്രാധാന്യം നൽകണം. ഷോളയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും സ്ട്രീം ഹബ്ബ് ഉദ്ഘാടനവും. കനത്ത മഴയിൽ വാണിയംകുളം പനയൂരിൽ ജനവാസ കേന്ദ്രത്തിലൂടെ മലവെള്ളപ്പാച്ചിൽ. എസ്റ്റേറ്റിൽ നിന്ന് ഇരച്ചെത്തിയ വെള്ളം കുത്തിയൊഴുകിയത് വീടുകൾക്ക് തൊട്ടരികിലൂടെ. ഉരുൾപൊട്ടലല്ലെന്ന് അധികൃതർ. മണിക്കൂറുകളോളം നിലയ്ക്കാതെ പെയ്ത മഴയിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ആറ്റൂർ കമ്പനിപ്പടിയിൽ ഗതാഗതം സ്തംഭിച്ചു. ഷൊർണൂരിൽ ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് വെള്ളം കയറി ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെട്ടു. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. ചൈന പ്രദക്ഷിണ സമരവുമായി കോൺഗ്രസ്. ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ തകർന്ന പാതയിലൂടെ ഉരുണ്ട് പ്രതിഷേധിച്ചു. കോട്ടായിയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പഞ്ചായത്തിന്റെ പച്ചത്തുരുത്ത് നശിപ്പിച്ചു. സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ വൻ ലഹരിവേട്ട. 1 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടി. 1 കിലോ 150 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത് വയനാട് ബത്തേരി സ്വദേശിയായ യുവാവ്. ദീർഘദൂര സ്വകാര്യ ബസ്സിൽ ഹാഷിഷ് ഓയിൽ കടത്താൻ ശ്രമിച്ചത് സേലത്തുനിന്ന് എറണാകുളത്തേക്കെന്ന് എക്സൈസ്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് അക്കിക്കാവ് സ്വദേശിയായ യുവാവ്. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച ജലം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. മലിനജലം കാനയിലേക്ക് ഒഴുക്കിയ ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിൽ. കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നിലപാടിനും ന്യൂനപക്ഷ വേട്ടയ്ക്കുമെതിരെ LDF. ഷൊർണൂരിൽ LDF മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ സദസ്സ്. തൊഴിൽ നിഷേധം ആരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC മണ്ണൂരിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച്. കോഴിക്കോട് ബീച്ച് സൗന്ദര്യവൽക്കരണ ശുചിത്വ യജ്ഞത്തിൽ ഷൊർണൂരിന്റെ കയ്യൊപ്പ്. കോർപ്പറേഷന്റെ ബീച്ച് വെൻഡിംഗ് പദ്ധതിക്കായുള്ള വെൻഡിംഗ് കിയോസ്കുകളുടെ നിർമ്മാണം മെറ്റൽ ഇൻഡസ്ട്രീസിൽ വിജയകരമായി പൂർത്തിയായി. ആദ്യ ലോഡുമായി വാഹനം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. പാലക്കാട് ടസ്കർ 5-ാമനെ തളയ്ക്കാൻ വയനാട്ടിൽ നിന്ന് വിക്രമനും ഭരതനുമെത്തി. കുങ്കിയാനികൾ ധോണിയിലെത്തിയതോടെ കാഴ്ച പരിമിതിയുള്ള PT5-നെ മയക്കുവെടിവെച്ച് തളച്ച് ചികിത്സ ആരംഭിക്കാനുള്ള നടപടികൾ സജീവം. മലമ്പുഴ കഞ്ചിക്കോട് റോഡ് മുറിച്ചു കടന്ന് ഈറോലി കാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച കാട്ടാനയെ RRT സംഘം പടക്കം പൊട്ടിച്ച് പന്നിമട ഭാഗത്തേക്ക് തിരിച്ചെത്തിച്ചു. മുള്ളൂർക്കര ആറ്റൂരിൽ പമ്പ് ഓപ്പറേറ്ററായ യുവതിക്കു നേരെ പാഞ്ഞെടുത്ത് കാട്ടാൻ. വാർത്തകൾ വിശദമായി. ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസത്തിനായി സർക്കാർ ഒരുക്കുന്നത് മികച്ച സൗകര്യങ്ങളെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ഷോളയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും സ്ട്രീം ഹബ്ബ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കി സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ കാതലായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ സഹായം നൽകുന്നുണ്ട്. സർക്കാർ ഒരുക്കുന്ന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾ ഉപയോഗിക്കണം. പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളെ അധ്യാപകർ പരിഗണിക്കണം. ഉന്നത പദവിയിലെത്താൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ. വിദ്യാഭ്യാസത്തിനൊപ്പം വിദ്യാർത്ഥികൾ വായനയ്ക്കും പ്രാധാന്യം നൽകണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിച്ച കാലമല്ല ഇത്. നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിച്ചതിന് വ്യത്യസ്തമായി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് പോയി പഠിക്കാൻ പ്രാപ്തമാക്കത്തക്ക നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റമുണ്ട്. നിങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, ആ നിലയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തക്ക നിലയിൽ എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, മാത്തമാറ്റിക്സിനകത്ത് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, പത്രം വായിക്കണം, ഏതൊക്കെ തരത്തിൽ. കാരണം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന വിഭാഗമായതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള സഹായം എന്റെ ഭാഗത്ത് ആവശ്യമാണെങ്കിൽ അതും നൽകാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 3,90,00,000 രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. അട്ടപ്പാടിയുടെ തനത കലാരൂപമായ കുമ്മികളി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂളിന് സ്ഥലം നൽകിയ കുടുംബങ്ങളുടെ പ്രതിനിധികളായ മല്ലയ്യൻ, PG ജെയിംസ് മാസ്റ്റർ, മല്ലീശ്വര അവാർഡ് ജേതാവ് അജിത് ഷോളയൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയെ തുടർന്ന് വാണിയംകുളം പനയൂരിൽ ജനവാസ കേന്ദ്രത്തിലൂടെ മലവെള്ളപ്പാച്ചിൽ. ചോലപ്പള്ളിയാൽ പ്രദേശത്തെ വീടുകൾക്ക് മുന്നിലൂടെയാണ് എസ്റ്റേറ്റിൽ നിന്നുള്ള വെള്ളം കുത്തിയൊഴുകിയത്.
ഉരുൾപൊട്ടൽ സംബന്ധിച്ച് പ്രദേശത്ത് ഭീതി പരന്നെങ്കിലും അധികൃതർ സ്ഥലത്തെത്തി ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് പനയൂർ ചോലപ്പള്ളിയാൽ പ്രദേശത്തേക്ക് മയിൽവാഹനം എസ്റ്റേറ്റിൽ നിന്നുള്ള വെള്ളം കുതിച്ചെത്തിയത്. കനത്ത മഴയ്ക്കിടെ അഭൂതപൂർവമായ വെള്ളക്കുത്തൊഴുക്ക് കണ്ട് പ്രദേശവാസികൾ പരിഭ്രാന്തരായി. ഇരച്ചെത്തിയ മലവെള്ളം വീടുകളുടെ മുറ്റത്തുകൂടിയാണ് ഒഴുകിയത്. ചോലപ്പള്ളിയാൽ കൃഷ്ണൻകുട്ടിയുടെയും ഹരീന്ദ്രന്റെയും വീടുകളുടെ സംരക്ഷണ ഭിത്തി തകർന്നു. പല വീടുകളിലും വെള്ളം കയറി. വെള്ളം കുത്തിയൊഴുകിയതോടെ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച ആശങ്ക പരന്നു. വിവരമറിഞ്ഞ് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരനും വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. നമ്മൾ പരിശോധന നടത്തിയാൽ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഒരു 2 മണിക്കൂർ തുടർച്ചയായ മഴ പെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം സാധാരണ ഒഴുകിയിരുന്ന ഗതിമാരി ഒഴുകി ഈ ഒരു വളത്തിലൂടെ മാറി ഒഴുകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴുകിയിട്ടുള്ളത്. മറ്റ് ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത്. ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഇനി നമ്മൾ വിശദ പരിശോധന നടത്തിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുന്നു. ചിലരൊക്കെ ആശങ്ക പറയുന്നുണ്ട്. അത് നോക്കുന്നുണ്ട്. നമ്മൾ വിശദ പരിശോധന ജിയോളജിസ്റ്റ് അസാഡനലിസ്റ്റ് എന്നിവരെ മുഖാന്തരം വിശദ പരിശോധന നമ്മൾ നടത്തിയിരിക്കുന്നു. പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയില്ലെന്നും മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായതെന്നും ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു. പനയൂർ 18-ാം വാർഡിൽ ചോലപ്പള്ളിയൽ എന്ന പ്രദേശത്താണ്. അതിനോട് ചേർന്ന് മയിൽവാഹനത്തിൻ്റെ റബ്ബർ എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൽ വലിയ തോതിൽ മഴ പെയ്തപ്പോൾ അവിടുന്ന് വെള്ളം കുത്തിയൊഴുകിയാണ് ഈ 4-5 വീടുകളിൽ വീടിൻ്റെ മുറ്റത്തും ഒക്കെ വെള്ളം ചെളിയും ഒരുമിച്ച് ഒഴുകി വന്ന് ഉള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമൊഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് ഉരുൾപൊട്ടലോ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് കാണാൻ പറ്റില്ല. അത്തരത്തിലൊരു സംഭവം ഉണ്ടായതായിട്ട് അറിവില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ കനത്ത മഴ. നഗരപ്രദേശത്തെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. രാവിലെ ആരംഭിച്ച ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രളയസമാനമായ സാഹചര്യമാണ് തൃശൂർ ജില്ലയിൽ. തൃശൂരിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ശക്തമായ മഴ തുടരുകയാണ്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നഗരത്തിലെ അശ്വിനി ആശുപത്രിക്ക് പിറകിലുള്ള വീടുകളിൽ വെള്ളം കയറി. ശങ്കരയ്യ റോഡിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. MG റോഡും വെള്ളത്തിനടിയിലാണ്. അക്വാറ്റിക് ലൈനിലെ വീടുകളിലും കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി. പുത്തൂർ വെട്ടുകാട് ഏഴാങ്കല്ലിൽ പ്രളയസമാനമായ സാഹചര്യമാണ്. തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിൽ ഷൊർണൂരിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. രാവിലെ പെയ്ത കനത്ത മഴയിൽ ജലസേചന വകുപ്പ് ഓഫീസിൽ വെള്ളം കയറി. മാമ്പറ്റക്കുണ്ട് റോഡിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയിൽ ഷൊർണൂരിലെ പല പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളി പാത വെള്ളത്തിനടിയിലായത് അപകട ഭീഷണി സൃഷ്ടിച്ചു. കനത്ത മഴയിൽ ഷൊർണൂരിൽ ജലസേചന വകുപ്പ് ഓഫീസിൽ വെള്ളം കയറി. ഓഫീസിലേക്ക് വെള്ളം ഇരച്ചെത്തുന്നത് കണ്ട 10-ലധികം ജീവനക്കാർ മേശയ്ക്ക് മുകളിൽ കയറി നിൽക്കേണ്ടി വന്നു. മഴ ശക്തമായതോടെ ഓഫീസിലേക്ക് കൂടുതൽ വെള്ളം ഇരച്ചെത്തി. തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓഫീസിനു മുന്നിൽ കല്ലുകൾ നിരത്തിയാണ് ഒഴുക്ക് ഭാഗികമായി തടഞ്ഞത്. വെള്ളക്കുത്തിൽ ജലസേചന വകുപ്പ് ഓഫീസിലെ സേവനങ്ങൾ തടസ്സപ്പെട്ടു. കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയ ശേഷം ഉച്ചയോടെയാണ് സേവനം പുനരാരംഭിച്ചത്. പാതയിലെ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കനത്ത മഴയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് റോഡിലും പരിസരത്തെ വീടുകളിലും വെള്ളം കയറി. പ്രദേശത്ത് 12ഓളം വീടുകളുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാമ്പറ്റക്കുണ്ട് ഭാഗത്തേക്ക് ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തിയേറ്ററിന് പിന്നിലുള്ള റോഡും വെള്ളത്തിനടിയിലായി. എല്ലാ മഴക്കാലത്തും പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് സംബന്ധിച്ച് നഗരസഭയ്ക്ക് പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
ഇത് മെയിൻ ഒരു കമ്മാനുണ്ട്. ആ കമ്മാനത്തിൽ കൂടെ വെള്ളം പോവുകയാണെങ്കിൽ ഈ പ്രശ്നം തന്നെ വരില്ല. ഇത് ഈ മേളത്തിൻ്റെ അടിയിൽ കൂടെ 2 ഓവുചാലി മാത്രമുണ്ട്. ആ ഓവുചാലി കൂടെ ഈ ലോകത്തുള്ള വെള്ളം മുനിസിപ്പാലിറ്റീൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങളാണ്. മുനിസിപ്പാലിറ്റി പൊതുവാൾ ജംഗ്ഷൻ ആ ഭാഗത്തു നിന്ന് എല്ലാ വെള്ളം വന്നിട്ട് ഈ 2 ഓവ് കൂടെ പോകണത്. ഈ കമ്മാനം ശരിയാക്കുകയാണെങ്കിൽ ആ വെള്ളങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ഇവിടെ ഒന്നും ആ ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും. ഇത് വരുന്നവരുടെ അടുത്തൊക്കെ പറയണ്ട്, ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും പറയുന്നുണ്ട്. ആരും എല്ലാ വർഷവും കയറുന്നുണ്ട്. ഇപ്പോൾ ഈ 2018 കഴിഞ്ഞ പിന്നെ എല്ലാ വർഷവും കയറുന്നുണ്ട്. ഉച്ചയ്ക്ക് മഴ കുറഞ്ഞതോടെയാണ് വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശക്തമായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വനത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വലിയ അളവിലുള്ള വെള്ളമാണ് പാതയെ മുക്കിയത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ അടഞ്ഞതാണ് പാതയെ വെള്ളത്തിൽ മുക്കാനുള്ള പ്രധാന കാരണം. സംസ്ഥാനപാത വെള്ളത്തിനടിയിലായതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു. വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ അടഞ്ഞതാണ് റോഡിൽ വെള്ളം കയറാൻ പ്രധാന കാരണം. പ്രദേശവാസികളും അധികാരികളും ചേർന്ന് വെള്ളം ഒഴുക്കിവിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ മഴയിൽ ഷൊർണൂർ കല്ലിപ്പാടത്ത് വീട്ടിലേക്ക് വെള്ളം കയറി. രാവിലെ കനത്ത മഴയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണിരുന്നു. സ്വകാര്യ കമ്പനിയിലെ സാധനങ്ങൾ മതിലിനു സമീപം കൂട്ടിയിട്ടതുമൂലം വെള്ളം ഒഴുകിപ്പോകാതിരുന്നതാണ് മതിൽ കുതിർന്ന് ഇടിയാൻ കാരണമായതെന്ന് വീട്ടുടമയായ ചൈത്രം വീട്ടിൽ പ്രേംകുമാർ ആരോപിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മഴ കനത്താൽ ഇനിയും വീടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുമെന്ന ആശങ്കയിലാണ് കുടുംബം. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. ശയന പ്രദക്ഷിണ സമരവുമായി കോൺഗ്രസ്. പാലക്കാട് DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കുളപ്പള്ളി റോഡിന്റെ തകർച്ചയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലായിരുന്നു കോൺഗ്രസിന്റെ ശയന പ്രദക്ഷിണ സമരം. വിനോദ് കല്ലായി, ഹരി ഷൊർണൂർ എന്നിവർ പാതയിൽ കിടന്നുരുണ്ട് പ്രതിഷേധിച്ചു. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ശക്തമായ താക്കീതാണ്. ഇവരുടെ കുഴിയോടുള്ള പ്രണയം കൊണ്ടല്ല, ചളിയോടുള്ള തോടിനോടുള്ള പ്രണയം കൊണ്ടല്ല, ഇവരിവിടെ നടക്കുന്ന ഈ സമൂഹ മനസാക്ഷിയെ തിരിച്ചറിയാത്ത ബദിരകർണങ്ങൾക്കുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഇന്നിവിടെ നടന്നത്. ഈ സമരം ശക്തമായി ഇനിയും മുന്നോട്ട് പോകും. ചെവിയില്ലാതെ ആസനത്തിലിരിക്കുന്ന അമ്മിക്കുട്ടിയും മമ്മിക്കുട്ടിയുമായ മമ്മിക്കുട്ടിയോടൊന്നേ എനിക്ക് പറയാനുള്ളൂ. ചെവിയില്ലാതെ ആസനത്തിലിരിക്കുകയും ഇവിടുത്തെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്ത് അധികാരത്തിന്റെ എല്ലാം സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന മമ്മിക്കുട്ടിക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മമ്മിക്കുട്ടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, DCC സെക്രട്ടറി K കൃഷ്ണകുമാർ, INTUC മണ്ഡലം പ്രസിഡന്റ് TS വിനയകുമാർ, സെക്രട്ടറി വിനോദ് പുത്തൻവീട്ടിൽ, വത്സൻ കിഴക്കേക്കര എന്നിവർ നേതൃത്വം നൽകി. നാളുകളായി ഈ തൃശൂർ ഷൊർണൂർ കുളപ്പള്ളി റോഡിന്റെ അവസ്ഥ ശോചനാവസ്ഥയാണ്. വളരെ 2-3 പ്രാവശ്യമായി ഞങ്ങൾ സമരമാർഗങ്ങളിൽ ഉൾപ്പെട്ടു. ഒരു പരിഹാരമാർഗവുമില്ല. ഇവിടുത്തെ ഷൊർണൂരിന്റെ MLA യോട് ഞങ്ങൾ പരാതി പറഞ്ഞു. യാതൊരു നടപടിയുമില്ല. നടപടിയില്ലാത്തതിന്റെ ഭാഗമായിക്കൊണ്ട് അധികാരികളുടെ കണ്ണ് തുറക്കുന്നതുവരെ ഇവിടെ ശയന സമരം നടത്തിയിട്ടുള്ള ഈ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ടവരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വിനോദ് കല്ലായി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി ഹരിത, അതുപോലെ തന്നെ INTUCയുടെ നേതാവ് വിനയകുമാർ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളായ വത്സൻ, വിനോദ് ഉൾപ്പെടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ശയന സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ശയന സമരം കണ്ട്
ഷൊർണൂരിന്റെ MLA കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഷൊർണൂരിന്റെ MLAക്ക് വരും നാളുകളിൽ ഷൊർണൂരിനെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നല്ല ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പഞ്ചായത്തിന്റെ പച്ചത്തുരുത്ത് നശിപ്പിച്ചു. പച്ചത്തുരുത്ത് നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പഞ്ചായത്തിന്റെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 7-ാം വാർഡിലെ തെക്കേക്കാട് വെള്ളാട്ടുകളം മലമ്പുഴ കനാൽ പുറമ്പോക്കിൽ നട്ടുപിടിപ്പിച്ച പച്ചത്തുരുത്തിന്റെ ബോർഡുകൾ ഉൾപ്പെടെയാണ് തിങ്കളാഴ്ച സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പച്ചത്തുരുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള പലയിനം ഔഷധച്ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയെ പരിപാലിച്ച് വളർത്തുന്നതാണ് പച്ചത്തുരുത്ത്. ഇവയുടെ സംരക്ഷണത്തിന് ജൈവവേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. പച്ചത്തുരുത്ത് നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി പ്രകാരം കോട്ടായി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാളയാറിൽ 1 കോടി രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബസ് യാത്രക്കാരനായ വയനാട് സ്വദേശിയായ യുവാവ് 1 കിലോ 150 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ സൂര്യ കണക്ട് എയർ ബസ്സിലെ യാത്രക്കാരനായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി 24 വയസ്സുള്ള അജിത് കുമാറിനെയാണ് ഹാഷിഷ് ഓയിലുമായി എക്സൈസ് അധികൃതർ പിടികൂടിയത്. 1.180 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ നിയമാനുസരണം അറസ്റ്റ് ചെയ്ത് രേഖകൾ തയ്യാറാക്കി പാലക്കാട് റേഞ്ച് എക്സൈസ് ഓഫീസിൽ ഹാജരാക്കി. സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടാലറിയാവുന്ന ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരാളിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ വാങ്ങിയതെന്ന് പ്രതി എക്സൈസ് അധികൃതർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. എറണാകുളത്തെത്തിച്ചാൽ ഒരാൾ വന്ന് വാങ്ങുമെന്ന് മാത്രമാണ് പ്രതിക്ക് അറിയാൻ കഴിയുന്നത്. കണ്ടെത്തിയ ഹാഷിഷ് ഓയിലിന് വിപണിയിൽ ഗ്രാമിന് 10,000 രൂപ വില വരും. എക്സൈസ് സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ പി രമേശ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റിവർദാസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് ഷെരീഫ്, ജി പ്രഭ, പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, മനോജ് PS, സിവിൽ എക്സൈസ് ഓഫീസർ R ഉണ്ണികൃഷ്ണൻ എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് കോർപ്പറേഷന്റെ ബീച്ച് വെൻഡിംഗ് പദ്ധതിക്കായുള്ള വെൻഡിംഗ് കിയോസ്കുകളുടെ നിർമ്മാണം ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിൽ പൂർത്തിയായി. കിയോസ്ക് വിതരണോദ്ഘാടനം P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഏറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കോഴിക്കോട് ടൗൺ ബീച്ചിൽ കോർപ്പറേഷൻ ലൈസൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന വിവിധ വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിച്ച് കോഴിക്കോട് ബീച്ചിനെ കൂടുതൽ ഭംഗിയുള്ളതും പ്രകൃതി സൗഹൃദവുമായി നിലനിർത്തുന്നതിനും വിനോദസഞ്ചാരികൾക്ക് വൃത്തിയും ഗുണനിലവാരവുമുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നതിനുമായി കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബീച്ച് വെൻഡിംഗ് പ്രോഗ്രാം. കോഴിക്കോട് ഡി എർത്ത് ആർക്കിടെക്റ്റ് മാതൃകാപരമായി രൂപകൽപ്പന ചെയ്ത വെൻഡിംഗ് കിയോസ്കുകളുടെ നിർമ്മാണം ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലായിരുന്നു. 84 വെൻഡിംഗ് കിയോസ്കുകളാണ് നിർമ്മിച്ചത്. ആദ്യ ബാച്ച് വിതരണത്തിനായി മെറ്റൽ ഇൻഡസ്ട്രീസിൽ നിന്ന് ചൊവ്വാഴ്ച പുറപ്പെട്ടു. ഇതിന്റെ ഫ്ളാഗ് ഓഫ് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടത്തിലാണ് അല്ലേ? ഏത് ഒരു യാത്ര ചെയ്യുന്ന ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിന് ചിലപ്പോൾ കയറ്റങ്ങളുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറക്കുണ്ടാവും, പിന്നെ വീണ്ടും കയറ്റുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് പുരാതനമായ ഒരു വ്യവസായ കേന്ദ്രമാണ്. ഇൻഡസ്ട്രീസ് മെറ്റലുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമായി ഷൊർണൂരിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു സ്ഥാപനമായി ഷൊർണൂരിൻ്റെ എല്ലാ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വ്യവസായ മേഖലയിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ്. മെറ്റൽ ഇൻഡസ്ട്രീസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. മെറ്റൽ ഇൻഡസ്ട്രീസ് MD ലക്ഷ്മി നാരായണൻ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, മെറ്റൽ ഇൻഡസ്ട്രീസ് ഡയറക്ടർ P ശ്രീകുമാർ, മുൻ ഡയറക്ടർ MR മുരളി, വാർഡ് കൗൺസിലർ പ്രസാദ്, മറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. പോലീസിന്റെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിലാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. അക്കിക്കാവ് സ്വദേശിയായ യുവാവാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിന്റെ ഭാര്യ 1 മാസം മുമ്പ് മറ്റൊരാൾക്കൊപ്പം പോയിരുന്നു.
ലഹരിക്കടിമയായ യുവാവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയതെന്നാണ് പറയപ്പെടുന്നത്. ഭാര്യയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യുവാവ് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് പാലാരിവട്ടത്ത് നിന്ന് ഭാര്യയെ കണ്ടെത്തി കുന്നംകുളം സ്റ്റേഷനിൽ എത്തിച്ചു. ഇതോടെ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് ഭാര്യയെ തന്നോടൊപ്പം അയക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഭാര്യ പോകാൻ തയ്യാറല്ലെന്ന് അറിയിച്ചു. ഇതോടെ പ്രകോപിതനായ യുവാവ് ഉടുമുണ്ടഴിച്ച് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തൂങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ പൊതുപ്രവർത്തകരും പോലീസും ചേർന്ന് കെട്ടഴിച്ച് പോലീസ് ജീപ്പിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഭാര്യ മറ്റൊരാളെ ഓടിപ്പോയി എന്ന് പരാതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടായിരുന്നു അദ്ദേഹം. ആ സമയത്ത് ഭാര്യ മറ്റൊരാളെ കൂടെ പോകാന്നുള്ള ഇത് കേട്ടിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. 2 മിനിറ്റ് ശേഷം വലിയ ശബ്ദം കഴിഞ്ഞ് തിരിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹം ഉടുമുണ്ടിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണപ്പെട്ടത്. ഈ സമയത്ത് പോലീസുകാർ മറ്റാളുകളെയും വിളിച്ചിട്ട് ഓടിപ്പോയി അദ്ദേഹത്തെ രക്ഷിക്കാനുണ്ടായിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC യൂണിയൻ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മണ്ണൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം R. ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം R. ചിന്നക്കുട്ടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മിനിമം കൂലി പ്രഖ്യാപിക്കണം. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 28 തരത്തിലാണ് കൂലി. ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാന കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേതനം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ 369 രൂപയാണ് വേതനം കൊടുക്കുന്നതെങ്കിൽ കേരളത്തെക്കാൾ എത്രയോ കുറഞ്ഞ വേതനം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെ ജാർഖണ്ഡ് എന്ന് പറയുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ ആദിവാസികളും ദളിതരും തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്ന കൂലി 230 രൂപയാണ്. എങ്ങനെയാണ് 230 രൂപ കൊണ്ട് ഒരു തൊഴിലാളിയും അദ്ദേഹത്തിന്റെ കുടുംബവും കഴിയുന്നത്? CPI ലോക്കൽ സെക്രട്ടറി N. തങ്കപ്പൻ അധ്യക്ഷനായി. AK ബാലകൃഷ്ണൻ, P. രാജേഷ്, M. ജയകൃഷ്ണൻ, K. സുനീർ, രമ്യ, ശാന്തകുമാരി, ലേഖാദാസ്, കാളിദാസൻ, KV ദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ട ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ലോഡ്ജിലെ സെപ്റ്റിക് മാലിന്യങ്ങളാണ് കാനയിലേക്ക് തള്ളിയതായി പരാതിയുള്ളത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ BJP പ്രവർത്തകർ മലിനജലം ഒഴുക്കുന്നത് തടഞ്ഞു. ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റാണ് സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച ശേഷം കാനയിലേക്ക് ഒഴുക്കിയത്. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും ടെമ്പിൾ പോലീസും സ്ഥലത്തെത്തി. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. യാതൊരുവിധ ആരോഗ്യ മുൻകരുതലും സ്വീകരിക്കാതെയാണ് സമീപത്തുള്ള കാനയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടത്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. നമ്മുടെ ഗുരുവായൂർ നഗരസഭയ്ക്കകത്ത് പൊതുകാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇന്ന് BJP പ്രവർത്തകരോട് എത്തിയിട്ടുള്ളത്. കിഴക്കേ നടയിൽ മേൽപ്പാലത്തിനോട് ചേർന്ന് ഒരു ലോഡ്ജിൽ നിന്നും സെപ്റ്റിക് മാലിന്യം ശുചീകരിക്കുന്നു എന്ന പേരില് ഒരു വാഹനം പുറകിൽ കാണുന്നുണ്ട്. അതിന്റെ ആധികാരികതയെക്കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ നിന്നെടുത്ത സെപ്റ്റിക് മാലിന്യം പൊതുകാനയിലേക്ക് തുറന്നുവിടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് കീഴിൽ തൊട്ടടുത്ത് ഒരു 100 മീറ്ററിനകത്താണ് ഇത്രയും വല്ല തോന്നിവാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഗുരുവായൂർ നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു പാവപ്പെട്ടവൻ ഒരു പ്ലാസ്റ്റിക് ബാഗിലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടായാൽ ഫൈൻ ഈടാക്കുന്ന ഗുരുവായൂർ നഗരസഭയിലെ ഏമാന്മാർക്ക് ഇത്രയും വല്ല ശുചിത്വ മാലിന്യം, ശുചിത്വ നഗരം എന്നൊക്കെ പറയുന്ന ഗുരുവായൂർ നഗരസഭയിലെ സെപ്റ്റിക് മാലിന്യം
പൊതുകാനയിലേക്ക് ഒഴുക്കി വിട്ടിട്ടും മണിക്കൂർ ഒന്നാവാറായിട്ടും തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. CPM ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് പണം വാങ്ങി സെപ്റ്റിക് മാലിന്യം പൊതുകാനയിലേക്ക് ഒഴുക്കിവിട്ടതെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾക്കും ന്യൂനപക്ഷ വേട്ടയ്ക്കുമെതിരെ ഷൊർണൂരിൽ LDF മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മമ്മിക്കുട്ടി MLA സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോടും സമൂഹത്തോടും സാധാരണക്കാരോടും അതുപോലെ തന്നെ പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടും അതുപോലെ തന്നെ സാമാന്യ ജനങ്ങളോടും പ്രത്യേകിച്ച് സ്ത്രീകൾ അതുപോലെ തന്നെ കുട്ടികൾ തുടങ്ങിയവരോടുമൊക്കെ വളരെ നീതിപൂർവമായ രൂപത്തിലുള്ള സമീപനങ്ങളും പെരുമാറ്റവും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും അതിന് എവിടെയൊക്കെ തന്നെ തടസ്സങ്ങളുണ്ടാകുന്നോ പ്രതിബന്ധങ്ങളുണ്ടാകുന്നോ വ്യത്യസ്ത നിലപാടുകളും സമീപനങ്ങളും ഉണ്ടാകുന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ വർഗീയ തീവ്രവാദ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിനൊക്കെ തന്നെ ചെറുത്ത് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും ഈ കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. CPI ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി P. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C. അബ്ദുൽ ഖാദർ, E. ചന്ദ്രബാബു, കോൺഗ്രസ് S നിയോജക മണ്ഡലം പ്രസിഡന്റ് MS എബ്രഹാം, ജനതാദൾ S ജില്ലാ കമ്മിറ്റി അംഗം P. രജീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് സമ്മേളനം മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് ജിഷ പതാക ഉയർത്തിയതോടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് സമ്മേളനത്തിന് തുടക്കമായി. ഷൊർണൂർ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസാഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഭാവിയിൽ ഈ സംഘടന നടത്താൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ അതിനാവശ്യമായി പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഈ അടുത്ത 3 വർഷങ്ങളിലേക്ക് നമ്മുടെ കമ്മിറ്റിയെ അതിന് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി ഒരു വില്ലേജ് കമ്മിറ്റി അതിൻ്റെ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. അങ്ങനെ നിർവഹിക്കണമെങ്കിൽ ഈ സമ്മേളനത്തിൽ നല്ല ചർച്ചകൾ ഉണ്ടാവണം. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ചർച്ചകൾ ഉണ്ടായിക്കൊണ്ട് അത് ചർച്ചകൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ സംഘടനയെ ഈ ഷൊർണൂർ പ്രദേശത്ത് സുശക്തമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സമ്മേളനം പിരിയുക. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ഗൗരി ടീച്ചർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി സൗമ്യ റിപ്പോർട്ടും അവതരിപ്പിച്ചു. വില്ലേജ് പ്രസിഡന്റ് ജിഷ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി P. സിന്ധു, ഷീബ, VC സിന്ധു, ഗൗരി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, പ്രമേയാവതരണം, പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനു കീഴിൽ പാലക്കാട് നഗരത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മീനൂസ് ഇന്ത്യൻ കോഫി ഹൗസിന് കൈമാറിയത് നിയമവിരുദ്ധമായെന്ന് മീനൂസ് പ്രൊട്ടക്ഷൻ ഫോറം. ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഫോറം ഭാരവാഹികൾ പാലക്കാട്ടെ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചുള്ളിയാർ പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘത്തിന് ലഘുഭക്ഷണശാല നടത്താനാണ് ജില്ലാ കളക്ടർ കോട്ടമൈതാനത്തിന് സമീപം സ്ഥലം കൈമാറിയത്. മീനൂസ് പ്രവർത്തനം നിലയ്ക്കുന്ന പക്ഷം സമാന ചിന്താഗതിക്കാർക്ക് നടത്തിപ്പിനായി നൽകണമെന്നും അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുമെന്നുമാണ് രജിസ്ട്രേഷൻ ബൈലോയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നിയമങ്ങളില്ലാതാക്കിക്കൊണ്ടാണ് ഫിഷറീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ താൽപ്പര്യത്തിൽ മീനൂസ് ഇന്ത്യൻ കോഫി ഹൗസിന് കൈമാറിയത്. ഇതിനു പിന്നിൽ ഗൂഢാലോചനയും രാഷ്ട്രീയ താൽപ്പര്യവുമുണ്ട്. നിയമപരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും വിജിലൻസിനും പരാതി നൽകിയെങ്കിലും ഫലമില്ലാത്തതുകൊണ്ട് നിയമപരമായും സമരങ്ങളിലൂടെയും നടപടിയെ നേരിടുമെന്ന് PK രാജൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളായ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനായി K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് മീനൂസ് അനുവദിച്ചത്. നടത്തിപ്പിലെ അനാസ്ഥ മൂലം കഴിഞ്ഞ ഏതാനും വർഷമായി ലഘുഭക്ഷണശാലയായ മീനൂസ് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഈ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫിഷറീസ് സഹകരണ സംഘം ജോയിന്റ് രജിസ്റ്റർ എറണാകുളം, അവരുടെ അണ്ടറിലാണ് ഇത് രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. ഈ സ്ഥാപനം
പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇത് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രം അവർക്ക് മാത്രവും അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള സഹകരണ സംഘങ്ങൾക്കോ നടത്താൻ മാത്രമേ അധികാരമുള്ളൂ. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം അങ്ങനെ കൈമാറാൻ നിയമം അനുവദിക്കാത്ത ഒരു സംരംഭത്തെ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ഇത് ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിൽ കൈമാറിയത്. സമരസമിതി ഭാരവാഹികളായ ജനറൽ കൺവീനർ ഹരി അരുമ്പിൽ, കെ മായാണ്ടി, വിൻസെന്റ്, പത്മമോഹൻ തെക്കേമഠം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ചുടുവാലത്തൂർ അംഗനവാടി കെട്ടിടത്തിൻ്റെയും സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഷൊർണൂർ നഗരസഭയിലെ ചുടുവാലത്തൂരിൽ 89 നമ്പർ അംഗനവാടിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതോടൊപ്പം സാംസ്കാരിക കേന്ദ്രവും നിർമ്മിക്കുന്നുണ്ട്. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. പ്രദേശവാസിയായ സരസ്വതി സൗജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് കെട്ടിടം ഉയരുക. തിങ്കളാഴ്ച വൈകിട്ട് കെട്ടിട നിർമ്മാണോദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. നടക്കണമെങ്കിൽ അതിനാവശ്യമായ ഫണ്ട് വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് ലഭ്യമാക്കാൻ ആവശ്യമായി നടത്തിയ കൂട്ടായ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതിന് ഫണ്ട് നൽകുന്നതിന് വേണ്ടി നിയമാനുസൃതമായ നടപടി സ്വീകരിച്ച് 25 ലക്ഷം രൂപ അതിനു വേണ്ടി MLA ആസ്തി ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വസ്തുതയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പം അന്ന് ഇവിടെ രാമേന്ദ്രേട്ടൻ മരിച്ചത് നമ്മൾ പറഞ്ഞു, അല്ലാത്ത സമയത്ത് ഇവിടെ വരാറുണ്ട്. അപ്പം അന്നും അതിൻ്റെ മുമ്പേയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അംഗനവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കണം. വാർഡ് മെമ്പർ നിരന്തരമായി പറയും, ആനിൽ പറയും, മറ്റാളുകളൊക്കെ പറയും. പറഞ്ഞ് സ്ഥലം കണ്ടെത്തുക, സ്ഥലം വേണം. ആദ്യം സ്ഥലം കണ്ടെത്തിയിട്ടല്ലേ അതിന് ഫണ്ട് വെക്കാൻ പറ്റും. ഈ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ ആസ്തി രജിസ്റ്ററിൽ വരണം. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ KM ലത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ICDS സൂപ്പർവൈസർ ബിന്ദുമോൾ, വായനശാല ഭാരവാഹി സുനിൽ, അംഗനവാടി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. 2 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർവഹണ ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാനയുടെ വിളയാട്ടം. പമ്പ് ഓപ്പറേറ്ററായ സുമി എന്ന യുവതിയെ ഓടിച്ചത് പ്രദേശത്ത് ആശങ്ക സൃഷ്ടിച്ചു. അധികൃതർക്കെതിരെ രോഷം ശക്തമാകുന്നു. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന കാട്ടാന ശല്യം ഇപ്പോൾ മനുഷ്യജീവന് ഭീഷണിയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. അസുരൻകുണ്ട് വനം വിട്ടിറങ്ങി ജനവാസ മേഖലയെത്തിയ കാട്ടാന വ്യാപകമായ കൃഷിനാശം വരുത്തി. വെള്ളം തിരിക്കാൻ വേണ്ടി വരും, കുടിവെള്ളത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം വിടാൻ നേരത്താണ് ആന ഇവിടുന്ന് ചാടിയിട്ട് അതിനെ അങ്ങോട്ട് വന്നത്. അപ്പോൾ അതിന് വൈഫ് അവിടെ വേഗം വീട്ടിൽ ഓടിക്കേറി അവിടെ ഇരുന്നു. പിന്നെ അങ്ങനെ ആ തിരുവ് വരെ പോണ കണ്ടു. പിന്നെ അവിടെ നിന്ന് മുകളിൽ കയറി ആ പറമ്പ് കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയത്. 6 മണി ആവാറായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം തിരിക്കാൻ പോയത് അങ്ങോട്ട്. അപ്പോൾ പോയപ്പോൾ അവിടെ ഞാൻ ഫോൺ നോക്കിയിട്ട് പോയായിരുന്നു. ഫോൺ നോക്കി പോകുമ്പോൾ ഞാൻ സാധാരണ താഴത്തേക്ക് അങ്ങോട്ട് പോകാറ്. ആ പോണ നേരത്ത് അവിടെ ഓട്ടോക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞതിനോട് ആന പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശ കളിയാക്കി വെച്ചിട്ട് ഞാൻ കാര്യമാക്കിയില്ല. അപ്പോൾ ആൾ ആന പറഞ്ഞപ്പോൾ ഞാനിന്ന് വെറുതെ ഫോൺ നോക്കിയപ്പോൾ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഓടിയിട്ടാ വരുന്നു. ഞാൻ കുറച്ച് അകലം ഉണ്ടായിരുന്നു, അത്ര അകലം ഉണ്ടല്ലോ. അവിടെ നിന്ന് വേഗം ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. അപ്പുറത്തെ വീട്ടിൽ കയറിയിരുന്നു, ഒളിച്ചിരുന്നു ആന വരണ്ടിക്ക്. അപ്പൊ ആന ഒരു കർഷകന്റെ മതിലും ഗേറ്റും തകർത്ത കാട്ടാനയുടെ സാന്നിധ്യം കാരണം കുരുന്ന് വിദ്യാർത്ഥികൾ പോലും ഭയത്തിലാണ്. ആന സ്കൂളിൽ പോകാൻ പേടിയാണ്. ആന ഈ സാഹചര്യത്തിൽ ഭയപ്പാടോടെയാണ് തങ്ങൾ കഴിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യം പരിഹരിക്കാൻ MPയും MLAയും അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മച്ചാട് റേഞ്ച് കേന്ദ്രീകരിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കുകയും
മനുഷ്യരെ കാട്ടാനാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ അനാസ്ഥ തുടർന്നാൽ കാർഷിക വൃത്തി പോലും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ടസ്കർ അഞ്ചാമനെ തളയ്ക്കാൻ വയനാട്ടിൽ നിന്ന് വിക്രമനും ഭരതനും എത്തി. കുങ്കിയാനകൾ ധോണിയിലെത്തിയതോടെ PT5 മയക്കുവെടിവെച്ച് വയ്ക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സജീവമാക്കി. ഇതിന്റെ ഭാഗമായി CCF ഈസ്റ്റേൺ സർക്കിൾ വിജയാനന്ദ് IFSന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇരു കണ്ണുകൾക്കും കാഴ്ചക്കുറവും ശരീരത്തിൽ പരിക്കുകളുമുള്ള PT5 തളയ്ക്കുന്നതും തുടർ ചികിത്സ നൽകുന്നതും ഏറെ ശ്രമകരമായ പ്രവർത്തനമാണ്. അതേസമയം നിലവിൽ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇതുകൊണ്ട് മയക്കുവെടി വയ്ക്കുന്നതിന് തടസ്സമില്ല. ടെക്നിക്കൽ കമ്മിറ്റി മീറ്റിംഗിൽ വിജയാനന്ദ് IFSനെ കൂടാതെ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ, പാലക്കാട് DFO രവികുമാർ മീണ എന്നിവർ പങ്കെടുത്തു. മീറ്റിംഗിൽ ഒരു തവണ ആനയെ മയക്കുവെടി വെച്ച് സൂക്ഷ്മ പരിശോധന നടത്തി വിദഗ്ധ ചികിത്സ നൽകാനും തീരുമാനമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുങ്കിയാനകളെ വയനാട്ടിൽ നിന്നെത്തിച്ചത്. 10 പേരടങ്ങുന്ന RRT സംഘത്തെയും മലമ്പുഴ പുല്ലങ്കുന്ന വാളയാർ റേഞ്ചിൽ എത്തിച്ചിട്ടുണ്ട്. PT5 കാട്ടാന നിലവിൽ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം മലമ്പുഴ കഞ്ചിക്കോട് റോഡ് മുറിച്ചുകടന്ന് ഊറോലി കാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച PT5 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച പന്നിമട ഭാഗത്ത് തിരിച്ചെത്തിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SDPI പാലക്കാട് ജില്ലാ പ്രസിഡന്റിനെ ഒറ്റപ്പാലം പോലീസ് കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച് SDPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് സംഘപരിവാറിന്റെ വിടുപണി ചെയ്യുകയാണെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത SDPI ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് അത്താണിക്കൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറിമാരായ ബഷീർ കൊമ്പം, ബഷീർ മൗലവി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉമ്മർ അത്തിമണി, KT അലി, ഷൊർണൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി, നാസർ തൃത്താല, അഷ്റഫ് കുന്നുംപുറം, ബാദുഷ മണ്ണൂർ, കബീർ വരോട്, ഫൈസൽ പിലാത്തറ എന്നിവർ നേതൃത്വം നൽകി. യാതൊരു കാരണവുമില്ലാതെ നിരപരാധികളായ ആളുകളെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മുടെ പോലീസ് സംവിധാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ബാബു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം കോടതിയിൽ നിൽക്കെ സംഘ് പരിവാറിന്റെ ചില ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു പ്രകോപനമുണ്ടാക്കുകയും ചെയ്തതായിട്ട് നമുക്കറിവുള്ള കാര്യമാണ്. ആ സന്ദർഭത്തിൽ അവർക്കെതിരെ വേണ്ടുന്ന നടപടികൾ എടുക്കാതെ മറിച്ച് ഒരു സാമ്യം ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഊക്കം ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ ഡെമോക്രാറ്റുകളെ പോലീസ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിലൊന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റിനെ പ്രതിപട്ടികയിൽ ചേർക്കുകയും ഇന്നലെ രാത്രി ജില്ലാ പ്രസിഡന്റിനെ ഇവിടുത്തെ പോലീസുകാർ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഇന്ന് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് ജാമ്യം നിഷേധിക്കുന്ന രൂപത്തിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ചിങ്ങം 1 കർഷക ദിനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിക്കും. ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിനായി വിപുലമായ യോഗം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, കാർഷിക വികസന അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 2025 ഓഗസ്റ്റ് 17 ചിങ്ങം 1 ഞായറാഴ്ച രാവിലെ 9:30 പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം വിളംബര ജാഥയും സംഘടിപ്പിക്കും. മികച്ച കർഷകരെ ആദരിക്കാനും സ്വാഗത സംഘത്തിൽ തീരുമാനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ അധ്യാപകരെ പ്രതിനിധാനം ചെയ്യുന്ന SJM സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ തൃശൂർ ജില്ലാ സമ്മേളനം ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി KJM ഹാളിലെ ഹുസൈൻ കോയ തങ്ങൾ നഗറിൽ നടന്നു. സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അങ്ങനെയും അറിയിക്കാനും അത് കൈമാറാനും ബയാൻ പഠിപ്പിക്കലുമെല്ലാം ഉണ്ടെങ്കിലും അത് ഏറ്റവും പ്രധാനമായത് താരീഖുൽ ഖുർആനാണ്, ഖുർആൻ പഠിപ്പിക്കലാണ് എന്ന് ഈ സൂറത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മഹത്വമുള്ള ഒരു സ്ഥാനത്താണ് ഉള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മഹത്വം കൂടുന്തോറും ഉത്തരവാദിത്വം കൂടുന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം.
മഹത്വം കൂടുന്ന ആളുകളും മഹത്വമുള്ള ആളുകളും എനിക്ക് മഹത്വമുണ്ട് എന്ന ആ ചിന്തയിലൂടെ ജീവിക്കലാണ് വേണ്ടത്. മഹത്വം കൂടുതൽ ഉണ്ടാകുമ്പോഴും മഹത്വം പറയുമ്പോഴും മഹത്വത്തിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ അപ്പോൾ ഉടനെ ചിന്ത വരുന്നത് സുബ്ഹാനല്ലാഹ്, എന്നാൽ കൂടുതൽ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. രാവിലെ നടന്ന പതാക ഉയർത്തൽ കർമ്മം സ്വാഗത സംഘം ചെയർമാൻ അബ്ബാസ് മുസ്ലിയാർ നിർവഹിച്ചു. SJM തൃശൂർ ജില്ലാ പ്രസിഡന്റ് EK മുഹമ്മദ് അലി സദി EK മുഹമ്മദ് അലീസ സദ് അദി അധ്യക്ഷത വഹിച്ചു. വിവിധ അംഗീകാരങ്ങൾ നേടുകയും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ മദനി നിർവഹിച്ചു. അബ്ദുൽ ഗഫൂർ മൂന്നുപീടിക, സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടി, ഹുസൈൻ സഖാഫി മമ്പുറം, SSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അനസ്, മറ്റു വിവിധ സെക്ഷനിലായി SJM സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി, PSK മൊയ്തു ബാഹവി, ജില്ലാ ട്രഷറർ സുധീർ സഖാഫി, അബ്ദുൽ ഖാദർ സഖാഫി, അബ്ദുൾ റഹ്മാൻ ഹാറുനി, PA യൂസഫ്, KM അബ്ദുൽ ലത്തീഫ്, അബ്ദുല്ല ലത്തീഫ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. SJM തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി SKM തങ്ങൾ അൽ ബബ്ലി ദേശമംഗലം സ്വാഗതവും SMA തൃശൂർ ജില്ലാ സെക്രട്ടറി മരക്കാർ മുസ്ലിയാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആഘോഷ പരിപാടികളിൽ പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ചായ അടിക്കുന്ന സമദ് കാക്ക ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ലൈവ് ചായ അടിക്കാൻ സമദ് കാക്ക വെട്ടിക്കാട്ടിയിലുമെത്തി. പക്ഷേ ഇവിടെ പാട്ടും ഡാൻസുമില്ല, ചായ മാത്രം. സംസ്ഥയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അധ്യാപക പരിശീലന ക്യാമ്പിലാണ് സമദ് കാക്ക എത്തിയത്. തൃശൂർ ജില്ലാ മുവല്ലി സമ്മേളനം വെട്ടിക്കാട്ടി KJM ഹാളിൽ നടക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഡാൻസ് ചെയ്യാത്തതെന്ന് സമദ് കാക്ക പറഞ്ഞു. അവർ വിളിച്ചിട്ടാണ് വന്നത്. പെരുമ്പിലാവ് മൂച്ചിത്തറയിൽ വീട്ടിൽ 63 വയസ്സുള്ള അബ്ദുൾ സമദ് ചായ അടിക്കാനായി ഇവിടെ എത്തിയത്. ഡാൻസ് ഇല്ലെങ്കിലും അധ്യാപകരായ ഉസ്താദുമാരും ഇദ്ദേഹത്തിൻ്റെ കൈപുണ്യമുള്ള രുചികരമായ ചായ, കാപ്പി, ചുക്കുകാപ്പി, ലെമൺ ടീ, മല്ലിയില ടീ എന്നിവ കുടിക്കാൻ വൻ തിരക്കാണ്. പിന്നെ ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ഒരു വാക്കായിരിക്കും സംഭവിച്ചിരിക്കും. അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അതാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. ഒരു പാർട്ടിക്കാർ വിളിച്ചാൽ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. അതാണ് നമ്മുടെ കാര്യം. എന്തൊക്കെ ചായകളാണ് കൊടുക്കുക ഇവർക്ക്? ചായ, കാപ്പി, ലെമൺ ടീ, വിത്തൗട്ട് ചായ, കട്ടൻ ചായ, പിന്നെ വേറെ മധുരങ്ങളൊക്കെ പറഞ്ഞാൽ കൊടുക്കും. എന്തോരം കൊടുക്കും. ഒരാളും ഇതുവരെ ഒരു മുഷിപ്പുണ്ടായിട്ടില്ല. കള്ളിത്തുണിയും അരയിൽ പച്ച ബെൽറ്റും കൈബനിയനും തലയിൽ ഒരു കെട്ടും, അതാണ് സമദ് കാക്കാൻ്റെ മാസ്റ്റർ പീസ്. ഈ വേഷത്തിലാണ് എവിടെയും ലൈവ് ചായ അടിക്കാൻ അദ്ദേഹം പോവുക. എവിടെ ചെന്നാലും അവർക്ക് ആവശ്യമായ പാട്ട് വെച്ച് അദ്ദേഹം ഈ ഈണത്തിൽ ചായയടിച്ച് ഡാൻസ് ചെയ്യും. അതാണ് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇഷ്ടതാരമായി മാറിയത്. 5-ാമത്തെ വയസ്സിൽ പരേതനായ പിതാവ് കുഞ്ഞിപ്പയും മാതാവ് ആമിനുവും ചേർന്ന് നാട്ടിൽ നടത്തിയ ചായക്കടയിൽ ഒപ്പം പണിയെടുക്കാൻ എത്തിയതോടെ ചായപ്പണിയിലേക്ക് കടന്നത്. പിന്നീട് കുറച്ച് വിദ്യാഭ്യാസവും അതിനുശേഷം സ്വന്തമായി തട്ടുകടയും വെച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. 13 വർഷമായി ലൈവ് ചായ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. ഈ വയസ്സിലും ചായ കൊടുത്ത് ആളുകളെ ഇഷ്ടപ്പെടുത്താൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. സഹധർമ്മിണി ഫാത്തിമ എല്ലാ കാര്യത്തിനും സമദിൻ്റെ ഒപ്പമുണ്ട്. ഇങ്ങനെ ആളുകളുടെ മുന്നിൽ മനസ്സറിഞ്ഞു ചിരിക്കുകയും കളിക്കുകയും ചെയ്താൽ നല്ലൊരു ഉന്മേഷമാണ്. അതുകൊണ്ടാണ് പ്രായാധികം അറിയുന്നില്ലെന്നും താനിപ്പോൾ കുട്ടിയാണെന്നും സമദ് കാക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മങ്കരയിൽ നടന്നു. വനിതാ ശിശുവികസന ഓഫീസർ ഡോക്ടർ പ്രേംന മനോജ് ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് ഈ സയന്റിഫിക് അറിവുകളെല്ലാം നമ്മളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ അറിവുകൾ വെച്ചിട്ട് എന്താണ് നമ്മൾ ഫീൽഡിൽ ചെയ്യേണ്ടത്, എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ മുലയൂട്ടലിനെ കുറിച്ച് അമ്മമാരോട് സംസാരിക്കുന്നത് പ്രസവത്തിന് മുമ്പായിരിക്കണം. കാരണം പ്രസവം കഴിഞ്ഞിട്ടുള്ള അടുത്തടുത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്കും ആ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ്. മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിന്ധു മുഖ്യപ്രഭാഷണം നടത്തി. CDPO M നസീമ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം MV രമേശ്, സൂപ്പർവൈസർ AM ഷീബ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ TV മിനി സ്വാഗതവും ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുലയൂട്ടലുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികളുണ്ടായി. സ്ത്രീകൾക്ക് മുലയൂട്ടുന്നതിനായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ഭക്ഷണ പ്രദർശനമേളയും ഉണ്ടായി.
അംഗൻവാടി വർക്കർമാർ, അമ്മമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരടക്കം നിരവധി വനിതകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡിവൈഎഫ്ഐ പരുത്തിപ്ര 5ാം യൂണിറ്റിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. നടനും എഴുത്തുകാരനുമായ സ്വാതി മോഹൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അവസ്ഥ ഇത് ഇപ്പോൾ ഈ 66 വയസ്സായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്കുണ്ടായിട്ടില്ല. അത്ര വലിയൊരു വെളിച്ചായി. അതുപോലെയായിരുന്നു പുസ്തകങ്ങൾ. ഒരു പൂമ്പാറ്റ ഏതെങ്കിലും ഒരു വീട്ടിൽ വന്നാൽ അത് തട്ടി തിരിഞ്ഞ് നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്കും അതിൻ്റെ അലകും പിടിയൊക്കെ പോയിട്ടുണ്ടാവും. അത് സത്യം പറഞ്ഞാൽ പുറമെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് തന്നെ പോയിട്ട് അക്ഷരങ്ങൾ പഠിച്ചത്. അല്ലാണ്ട് അടുത്ത് പഠിച്ച ഒരു ഉദ്യോഗസ്ഥനാവാൻ വേണ്ടിയിട്ടാണ്. പ്രദേശത്തെ SSLC +2 പരീക്ഷകളിലും USS പരീക്ഷയിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. VS അച്യുതാനന്ദൻ, പ്രൊഫസർ MK സാനു മാസ്റ്റർ എന്നിവരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം തുടങ്ങിയത്. പൂനെയിലെ തിലക് മഹാരാഷ്ട്ര സർവകലാശാലയുടെ സംസ്കൃത പണ്ഡിതനുള്ള ഈ വർഷത്തെ പുരസ്കാരം നേടിയ CM നീലകണ്ഠൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ഷൊർണൂർ മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി സേതുമാധവൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അവന്തിക, അനാമിക എന്നിവർ പ്രസംഗിച്ചു. സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി അഖില സ്വാഗതവും രേവതി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൂക്കമ്പാറ ധീരജ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വിശേഷ ചടങ്ങുകൾ നടന്നത്. 100-ലേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെയും വൈകിട്ടുമായിട്ടായിരുന്നു പരിപാടികൾ. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, T മുരളീധരൻ, PC നിധീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിനായാണ് തന്റെ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനൊപ്പം നിൽക്കാൻ സംഘപരിവാർ സംഘടനകൾക്ക് കഴിയുന്നുണ്ടോ? മാറ്റുലി കാണാം. സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ മോദി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അഭിനന്ദനീയമാണ്. പക്ഷേ എന്നിരുന്നാലും വർഗീയത അതിൻ്റെ പരമ കോടിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന, അതായത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യലും, അതിൽ BJP-ക്കാരുടെ കാല് അല്ലെങ്കിൽ മന്ത്രിമാരുടെ കാല് പിടിച്ചിട്ട് ജാമ്യം നേടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങനെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ പല ഭാഗത്ത് നിൽക്കുകയാണ്. അത് വികസനത്തിന് കോട്ടം വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ കുറേ നമ്മളുടെ ബഹിരാകാശ രംഗത്താണെങ്കിലും ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇല്ല നമ്മൾ പറയുന്നില്ല. പ്രത്യേകിച്ച് അല്ലെങ്കിൽ വേറൊരാളാണെങ്കിലും ചെയ്യുമായിരിക്കാം. പക്ഷേ ഇന്നത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഗീയമായിട്ട് ജനങ്ങളെ തിരിപ്പിച്ചുകൊണ്ട് തിരിപ്പിച്ചുകൊണ്ട് പരസ്പരം ആഭ്യന്തര കലഹത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പറയാനുള്ളത് കുറച്ച് മുന്നിലേക്കൊന്നും പോണ്ട, അല്ല ഒരുപാട് പിന്നിലേക്കൊന്നും പോണ്ട. ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാന്യായ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തോട് അദ്ദേഹത്തിന്റെ അജണ്ട എന്നുള്ളതാണ്. എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ യോഗങ്ങളിലും പാർലമെന്റിലും ഇനിയിപ്പോൾ എവിടെ ഏത് സംസ്ഥാനത്ത് പോയാലും പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശമുള്ളവർക്കൊക്കെ വികസനം എന്നുള്ളതിൻ്റെ 947 ശേഷം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 10-15 കൊല്ലമായിട്ട് ഇയാളുടെ ഈ വികസനം എന്താണെന്നുള്ളത് ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം നമ്മുടെ രാജ്യതലസ്ഥാനമാണ്. ആ രാജ്യതലസ്ഥാനത്ത് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് ഉള്ളത്. ഒരു MP കഴുത്തിൽ നിന്ന് ഇതാ ഞാൻ 2 ദിവസം ആയിട്ടുള്ളൂ. MP
രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ 2 എപ്പിമാർ നടക്കാനിറങ്ങിയപ്പോൾ സ്ത്രീകൾ അവരുടെ കഴുത്തിൽ നിന്ന് നാരദ ചെയിൻ പൊട്ടിച്ചെടുത്തിട്ട് പോയി. പ്രധാന വാർത്തകൾ വീണ്ടും. ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസത്തിനായി സർക്കാർ ഒരുക്കുന്നത് മികച്ച സൗകര്യങ്ങളെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടതു സർക്കാർ കാതലായ മാറ്റമുണ്ടാക്കി. വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികൾ വായനയ്ക്കും പ്രാധാന്യം നൽകണം. ഷോളയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും സ്ട്രീം ഹബ്ബ് ഉദ്ഘാടനവും. കനത്ത മഴയിൽ വാണിയംകുളം പനയൂരിൽ ജനവാസ കേന്ദ്രത്തിലൂടെ മലവെള്ളപ്പാച്ചിൽ. എസ്റ്റേറ്റിൽ നിന്ന് ഇരച്ചെത്തിയ വെള്ളം കുത്തിയൊഴുകിയത് വീടുകൾക്ക് തൊട്ടരികിലൂടെ. ഉരുൾപൊട്ടലല്ലെന്ന് അധികൃതർ. മണിക്കൂറുകളോളം നിലയ്ക്കാതെ പെയ്ത മഴയിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ആറ്റൂർ കമ്പനിപ്പടിയിൽ ഗതാഗതം സ്തംഭിച്ചു. ഷൊർണൂരിൽ ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് വെള്ളം കയറി ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെട്ടു. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. ശയന പ്രദക്ഷിണ സമരവുമായി കോൺഗ്രസ്. ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ തകർന്ന പാതയിലൂടെ ഉരുണ്ട് പ്രതിഷേധിച്ചു. കോട്ടായിയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പഞ്ചായത്തിന്റെ പച്ചത്തുരുത്ത് നശിപ്പിച്ചു. സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ വൻ ലഹരിവേട്ട. 1 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടി. 1 കിലോ 150 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത് വയനാട് ബത്തേരി സ്വദേശിയായ യുവാവ്. ദീർഘദൂര സ്വകാര്യ ബസ്സിൽ ഹാഷിഷ് ഓയിൽ കടത്താൻ ശ്രമിച്ചത് സേലത്തുനിന്ന് എറണാകുളത്തേക്കെന്ന് എക്സൈസ്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് അക്കിക്കാവ് സ്വദേശിയായ യുവാവ്. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച ജലം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. മലിനജലം കാനയിലേക്ക് ഒഴുക്കിയ ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിൽ. കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നിലപാടിനും ന്യൂനപക്ഷ വേട്ടയ്ക്കുമെതിരെ LDF. ഷൊർണൂരിൽ LDF മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ സദസ്സ്. തൊഴിൽ നിഷേധം ആരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC മണ്ണൂരിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച്. കോഴിക്കോട് ബീച്ച് സൗന്ദര്യവൽക്കരണ ശുചിത്വ യജ്ഞത്തിൽ ഷൊർണൂരിന്റെ കയ്യൊപ്പ്. കോർപ്പറേഷന്റെ ബീച്ച് വെൻഡിംഗ് പദ്ധതിക്കായുള്ള വെൻഡിംഗ് കിയോസ്കുകളുടെ നിർമ്മാണം മെറ്റൽ ഇൻഡസ്ട്രീസിൽ വിജയകരമായി പൂർത്തിയായി. ആദ്യ ലോഡുമായി വാഹനം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. പാലക്കാട് ടസ്കർ അഞ്ചാമനെ തളയ്ക്കാൻ വയനാട്ടിൽ നിന്ന് വിക്രമനും ഭരതനുമെത്തി. കുങ്കിയാനികൾ ധോണിയിലെത്തിയതോടെ കാഴ്ച പരിമിതിയുള്ള PT5 മയക്കുവെടിവെച്ച് തളച്ച് ചികിത്സ ആരംഭിക്കാനുള്ള നടപടികൾ സജീവം. മലമ്പുഴ കഞ്ചിക്കോട് റോഡ് മുറിച്ചു കടന്ന് ഈറോലി കാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച കാട്ടാനയെ RRT സംഘം പടക്കം പൊട്ടിച്ച് പന്നിമട ഭാഗത്തേക്ക് തിരിച്ചെത്തിച്ചു. മുള്ളൂർക്കര ആറ്റൂരിൽ പമ്പ ഓപ്പറേറ്ററായ യുവതിക്കു നേരെ പാഞ്ഞെടുത്ത് കാട്ടാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.